നിങ്ങൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ തിളക്കമുള്ളതും സ്ഥിരതയുള്ളതുമായ ഒരു നക്ഷത്രം ഇരുട്ടിലൂടെ അതിവേഗം നീങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? മിക്കവാറും അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായിരിക്കും. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു ഉദാഹരണമായി ഇത് പ്രപഞ്ചത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുന്നു. ISS മണിക്കൂറിൽ ഏകദേശം 17,500 മൈൽ അഥവാ ഓരോ സെക്കൻഡിലും 5 മൈൽ എന്ന അതിശയകരമായ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ അവിശ്വസനീയമായ വേഗത ഓരോ 90 മിനിറ്റിലും നമ്മുടെ മുഴുവൻ ഗ്രഹത്തെയും ചുറ്റാൻ അതിനെ അനുവദിക്കുന്നു. അതിനർത്ഥം ഇതിലെ ജീവനക്കാർക്ക് ഓരോ ദിവസവും 16 സൂര്യോദയങ്ങളും 16 സൂര്യാസ്തമയങ്ങളും കാണാൻ സാധിക്കും. ഈ വേഗത വെറും പ്രദർശനത്തിനല്ല, മറിച്ച് ഒരു സ്ഥിരതയുള്ള ഭ്രമണപഥം നിലനിർത്താൻ ആവശ്യമായ കൃത്യമായ വേഗതയാണിത്. ഇത് നിരന്തരം ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ എല്ലായ്പ്പോഴും അതിവേഗം സഞ്ചരിക്കുന്നതിനാൽ ഭൂമിയിൽ പതിക്കാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്താണ് ഈ അതിവേഗ അത്ഭുതം? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ചുരുക്കത്തിൽ നമ്മുടെ തലയ്ക്ക് 250 മൈൽ മുകളിൽ ഭ്രമണം ചെയ്യുന്ന ഒരു വലിയ വാസയോഗ്യമായ ഉപഗ്രഹമാണ്. ഇതൊരു അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രികരുടെ ടീമുകൾക്ക് ഒരു വീടായും ലബോറട്ടറിയായും അതുല്യമായ നിരീക്ഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. ഇതൊരു രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല, മറിച്ച് നിരവധി രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണ പദ്ധതിയാണ്. ലോകമെമ്പാടുമുള്ള ബഹിരാകാശ യാത്രികരും കോസ്മോനട്ടുകളും ഈ പൊതുസ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ ചെയ്യാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇതൊരു സമാധാനപരമായ പങ്കാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു. ശാസ്ത്രത്തിന്റെയും പര്യവേഷണത്തിന്റെയും പൊതുലക്ഷ്യങ്ങൾക്കായി വ്യത്യസ്ത സംസ്കാരങ്ങളും ഭാഷകളും ഒന്നിക്കുന്ന ഒരിടം. ഇങ്ങനെ ഒരു സ്റ്റേഷനെ കുറിച്ചുള്ള ആശയം 1980കളിൽ രൂപപ്പെടാൻ തുടങ്ങി. തുടക്കത്തിൽ ഇത് അമേരിക്ക പിന്തുടർന്ന ഒരാശയമായിരുന്നു. എന്നിരുന്നാലും ശീതയുദ്ധത്തിന്റെ അവസാനം സഹകരണത്തിന് പുതിയ സാധ്യതകൾ തുറന്നു. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം അമേരിക്കയും റഷ്യയും തങ്ങളുടെ ബഹിരാകാശ നിലയ പദ്ധതികൾ ലയിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു യഥാർത്ഥ ആഗോള ഉദ്യമം സൃഷ്ടിച്ചു. ISSന്റെ ആദ്യ ഭാഗം സാര്യ എന്ന പേരുള്ള ഒരു റഷ്യൻ മോഡ്യൂൾ 1988ൽ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ചു. ഈ ചരിത്രപരമായ സംഭവം ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. മത്സരത്തെക്കാൾ സഹകരണത്തിൽ കെട്ടിപ്പടുത്ത ഒന്ന്. ഈ മഹത്തായ പദ്ധതി 5 ബഹിരാകാശ ഏജൻസികളാണ് കൈകാര്യം ചെയ്യുന്നത്. റഷ്യയിലെ നാസ, അമേരിക്കയിലെ റെസ്കോസ്മോസ്, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, കനേഡിയൻ ബഹിരാകാശ ഏജൻസി എന്നിവയാണവ. ഈ ആകാശത്തിലെ ഔട്ട്പോസ്റ്റ് നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും ഓരോ ഏജൻസിയും തനതായ ഘടകങ്ങളും വൈവിധ്യങ്ങളും ബഹിരാകാശ യാത്രികരെയും സംഭാവന ചെയ്തു. നമ്മുടെ ഭിന്നതകൾ മാറ്റിവെച്ച് ഒരു പൊതു സ്വപ്നത്തിനായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം നേടാനാകുമെന്നതിൻ്റെ ശക്തമായ പ്രതീകമായി ഇത് നിലകൊള്ളുന്നു. ISS വെറുമൊരു ഹാർഡ്വെയർ മാത്രമല്ല, അത് നമുക്ക് മുകളിലൂടെ ഒഴുകി നീങ്ങുന്ന ആഗോള ടീം വർക്കിന്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നത് ഒരു ലളിതമായ കാര്യമല്ലായിരുന്നു. ഇത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ എഞ്ചിനീയറിംഗ് പദ്ധതികളിൽ ഒന്നായിരുന്നു. ഒരു വീട് നിർമ്മിക്കുന്നത് സങ്കല്പിക്കുക, പക്ഷേ ഓരോ ഭാഗവും ഒരു റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുകയും ഭീമാകാരമായ ബഹിരാകാശ വസ്ത്രങ്ങൾ ധരിച്ച ബഹിരാകാശ യാത്രികർ അതിവേഗം നീങ്ങിക്കൊണ്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്യണം. മുഴുവൻ പ്രക്രിയയും ഏകദേശം 15 വർഷവും 40-ലധികം അസംബ്ലി ഫ്ലൈറ്റുകളും വേണ്ടി വന്നു. ഇത് 0 ഗുരുത്വാകർഷണത്തിൽ ഒരു ഭീമാകാരമായ ഹൈടെക് ലോഗോ സെറ്റ് കൂട്ടിച്ചേർക്കുന്നത് പോലെയായിരുന്നു. ഓരോ പുതിയ മോഡ്യൂളും ശ്രദ്ധാപൂർവം ഡോക്ക് ചെയ്യുകയും ബന്ധിപ്പിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ബോൾട്ടുകൾ ഉറപ്പിക്കാനും പവർ കേബിളുകൾ ബന്ധിപ്പിക്കാനും സ്റ്റേഷന്റെ ഓരോ ഭാഗവും സജീവമാക്കാനും ബഹിരാകാശ യാത്രികൾക്ക് സങ്കീർണമായ ബഹിരാകാശ നടത്തങ്ങൾ നടത്തേണ്ടി വന്നു. ഈ മഹത്തായ പരിശ്രമത്തിന്റെ ഫലമായി ഒരു വലിയ ഘടനയാണ് ലഭിച്ചത്. ISS ഒരു മോഡുലാർ നിർമ്മിതിയാണ്. വ്യത്യസ്തമായ ഭാഗങ്ങൾക്ക് വ്യത്യസ്ത ഉദ്ദേശങ്ങളുണ്ട്. അതിന്റെ പ്രധാന ട്രസ് ഘടന 2 സോണുകൾ ഉൾപ്പെടെ ഒരു അമേരിക്കൻ ഫുട്ബോൾ ഫീൽഡിന്റെ വലിപ്പമുണ്ട്. ഇത് ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ കൃത്രിമ വസ്തുവായി മാറ്റുന്നു. ദൂരദർശിനി ഇല്ലാതെ ഭൂമിയിൽ നിന്ന് എളുപ്പത്തിൽ കാണാൻ കഴിയും. അകത്തുള്ള താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള ഇടം ഒരു 6 കിടപ്പുമുറി വീടിനേക്കാൾ വലുതാണ്. ഇത് ഗവേഷണം നടത്താനും ദൈനംദിന ജീവിതം നയിക്കാനും ജീവനക്കാർക്ക് ധാരാളം ഇടം നൽകുന്നു. ബഹിരാകാശത്തിന്റെ ശൂന്യതയിൽ ഭൂമിയുടെ ഒരു ചെറിയ പരിസ്ഥിതി പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. സ്റ്റേഷനിൽ നിരവധി പ്രധാന ഭാഗങ്ങളുണ്ട്. ഓരോന്നും അതിന്റെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. യൂറോപ്പിൽ നിന്നുള്ള കൊളംബസ് മോഡ്യൂൾ, ജപ്പാനിൽ നിന്നുള്ള കിബോ എന്നിവ പോലുള്ള അത്യാധുനിക ലബോറട്ടറികളുണ്ട്. അവിടെ ശാസ്ത്രജ്ഞർ നിർണായക പരീക്ഷണങ്ങൾ നടത്തുന്നു. താമസിക്കാനുള്ള സ്ഥലങ്ങൾ, സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള മോഡ്യൂളുകൾ, സന്ദർശക ബഹിരാകാശ പേടകങ്ങൾക്കായുള്ള ഡോക്കിംഗ് പോർട്ടുകൾ എന്നിവയുമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും തിരിച്ചറിയാവുന്ന സവിശേഷതകൾ വലിയ സൗര അറേകളാണ്. സൗര പാനലുകൾ കൊണ്ട് മൂടിയ 8 വലിയ ചിറകുകൾ. ഈ പാനലുകൾ സൂര്യനിൽ നിന്ന് ഊർജം പിടിച്ചെടുത്ത് വൈദ്യുതിയാക്കി മാറ്റുന്നു. ഇത് ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ മുതൽ സങ്കീർണമായ ശാസ്ത്രീയ ഉപകരണങ്ങൾ വരെ സ്റ്റേഷന് മുഴുവൻ ഊർജം നൽകുന്നു.
കാനഡയിൽ നിർമ്മിച്ച കാനഡ ആം2 പോലുള്ള റോബോട്ടിക് കൈകൾ സ്റ്റേഷന്റെ നിർമ്മാണത്തിലും പരിപാലനത്തിലും നിർണായക പങ്കുവഹിക്കുന്നു. ഈ നീളമുള്ള വഴക്കമുള്ള കൈകൾക്ക് വലിയ ഘടകങ്ങൾ നീക്കാനും ബഹിരാകാശ യാത്രികരെ സഹായിക്കാനും സ്റ്റേഷനെ സമീപിക്കുമ്പോൾ സന്ദർശക ചരക്ക് വാഹനങ്ങളെ പിടിക്കാനും കഴിയും. സോളാർ പാനലുകൾ വെറും സ്ഥിരമായ ഘടനകളല്ല. അവ സൂര്യനെ അഭിമുഖീകരിക്കുന്നതിനായി നിരന്തരം കറങ്ങുന്നു. അവയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുതിയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. ISSന്റെ ഓരോ ഭാഗവും ഏറ്റവും ചെറിയ ബോൾട്ട് മുതൽ ഏറ്റവും വലിയ മോഡ്യൂൾ വരെ തടസ്സങ്ങളില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. നക്ഷത്രങ്ങൾക്കിടയിൽ മനുഷ്യരാശിക്കായി ഒരു സ്വയം നിലനിൽക്കുന്ന ഔട്ട്പോസ്റ്റ് സൃഷ്ടിക്കുന്നു. ബഹിരാകാശത്ത് ജീവിക്കുന്നത് ഒരു അഗാധമായ അനുഭവമാണ്. പക്ഷേ അതിന് തനതായ വെല്ലുവിളികളുണ്ട്. പ്രാഥമികമായി മൈക്രോഗ്രാവിറ്റി കാരണം ഭാരമില്ലായ്മ ഒരു രസകരമായ അനുഭവമാണ്. പക്ഷേ അതിന് മനുഷ്യ ശരീരത്തിൽ കാര്യമായ സ്വാധീനമുണ്ട്. ഗുരുത്വാകർഷണത്തിന്റെ നിരന്തരമായ ആകർഷണമില്ലാതെ പേശികളും എല്ലുകളും കാലക്രമേണ ദുർബലമാകും. ഇതിനെ ചെറുക്കാൻ ബഹിരാകാശ യാത്രികർ ഓരോ ദിവസവും ഏകദേശം 2 മണിക്കൂർ കഠിനമായ വ്യായാമത്തിനായി നീക്കിവെക്കണം. ഹാർനസുകളുള്ള ഒരു ട്രെഡ്മിൽ, ഒരു സ്റ്റേഷനറി ബൈക്ക്, ഭാരമില്ലാത്ത ചുറ്റുപാടിൽ ഭാരോദ്വഹനം ചെയ്യാൻ അനുവദിക്കുന്ന ഒരു റെസിസ്റ്റീവ് വ്യായാമ ഉപകരണം എന്നിവ പോലുള്ള പ്രത്യേക യന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നു. അവരുടെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൗത്യങ്ങളിൽ ആരോഗ്യത്തോടെയും ശക്തരായിരിക്കാനും ഈ ദിനചര്യ നിർണായകമാണ്. ദിവസേനയുള്ള ജീവിതം ശ്രദ്ധാപൂർവ്വം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ജീവനക്കാർ ഉണരുന്നത് മുതൽ ഉറങ്ങാൻ പോകുന്നതുവരെ ഒരു സാധാരണ ദിവസം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക, സ്റ്റേഷൻ പരിപാലിക്കുക, ഭൂമിയിലെ മിഷൻ കൺട്രോളുമായി ആശയവിനിമയം നടത്തുക എന്നിവ ഉൾപ്പെടുന്നു. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക തുടങ്ങിയ ലളിതമായ ജോലികൾ പോലും വ്യത്യസ്തമാണ്. പൊടിപടലങ്ങൾ ഒഴുകി നീങ്ങുന്നത് തടയാനും സെൻസിറ്റീവ് ഉപകരണങ്ങളിൽ കുടുങ്ങുന്നത് ഒഴിവാക്കാനും ഭക്ഷണം പലപ്പോഴും നിർജ്ജലീകരണം ചെയ്തോ പ്രത്യേകം പാക്കേജ് ചെയ്തതോ ആണ്. വെള്ളം ഒരു അമൂല്യ വിഭവമാണ്. അതിനാൽ സ്റ്റേഷനിൽ ഒരു നൂതന റീസൈക്ലിംഗ് സംവിധാനമുണ്ട്. അത് മലിനജലം, വിയർപ്പ്, മൂത്രം എന്നിവയെല്ലാം ശുദ്ധവും കുടിക്കാൻ കഴിയുന്നതുമായ വെള്ളമാക്കി മാറ്റുന്നു. ദീർഘകാല ബഹിരാകാശ യാത്രകൾക്ക് ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമാണ്. ISSൽ നടത്തുന്ന ഗവേഷണം അവിശ്വസനീയമാം വിധം വൈവിധ്യപൂർണവും പ്രാധാന്യമുള്ളതുമാണ്. ഭൂമിയിൽ പരിശോധിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശാസ്ത്രജ്ഞർ മൈക്രോഗ്രാവിറ്റി ഉപയോഗിക്കുന്നു. ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനും മികച്ച ചികിത്സകൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന മനുഷ്യ ബയോളജി ഗവേഷണം ഇതിൽ ഉൾപ്പെടുന്നു. ബഹിരാകാശത്ത് സസ്യങ്ങൾ എങ്ങനെ വളരുന്നുവെന്നും അവർ പഠിക്കുന്നു. ഇത് ചൊവ്വയിലേക്കുള്ള ദീർഘകാല യാത്രകളിൽ ഭാവിയിലെ ബഹിരാകാശ യാത്രികർക്ക് ഭക്ഷണം നൽകുന്നതിന് പ്രധാനമാണ്. ഭൗതികശാസ്ത്ര പരീക്ഷണങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളിലേക്കും നിർമ്മാണ പ്രക്രിയകളിലേക്കും നയിക്കാൻ കഴിയുന്ന രീതികളിൽ ദ്രാവകങ്ങളുടെയും വസ്തുക്കളുടെയും ഗുണവിശേഷങ്ങൾ പര്യവേഷണം ചെയ്യുന്നു. ആന്തരിക പരീക്ഷണങ്ങൾക്കപ്പുറം ഭൂമിയെയും പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനുള്ള ഒരു മികച്ച വേദിയാണ് ISS. തെളിഞ്ഞ കാഴ്ചയോടെ അന്തരീക്ഷത്തിന്റെ തടസ്സമില്ലാതെ ബഹിരാകാശ യാത്രികർക്ക് കാലാവസ്ഥാ പാറ്റേണുകൾ, പാരിസ്ഥിതിക മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ കഴിയും. ദൂരെയുള്ള നക്ഷത്രങ്ങളെയും താരാപഥങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾക്കുള്ള ഒരു താവളമായും ഇത് പ്രവർത്തിക്കുന്നു. ലൈഫ് സപ്പോർട്ട്, റോബോട്ടിക്സ്, നാവിഗേഷൻ എന്നിവയ്ക്കായുള്ള പുതിയ സംവിധാനങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ സ്റ്റേഷൻ. ഓരോ പരീക്ഷണവും, ഓരോ നിരീക്ഷണവും നമ്മുടെ അറിവിന്റെ അതിരുകൾ ഭേദിക്കുകയും ബഹിരാകാശ പര്യവേഷണത്തിലെ അടുത്ത വലിയ കുതിച്ചുചാട്ടത്തിനായി നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അവിശ്വസനീയമായ വിജയമായിരുന്നു. പക്ഷേ അതിൻ്റെ യാത്രയ്ക്ക് ഒരു ആസൂത്രിത അവസാനമുണ്ട്. കുറഞ്ഞത് 2030 വരെ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാനാണ് നിലവിലെ പദ്ധതി. അതിൻ്റെ അവസാന വർഷങ്ങളിൽ ഇത് ശാസ്ത്രത്തിനായുള്ള ഒരു സുപ്രധാന കേന്ദ്രമായും അടുത്ത തലമുറയിലെ ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലന കേന്ദ്രമായും തുടരും. അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഇത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ഓർബിറ്റ് പ്രക്രിയയ്ക്ക് വിധേയമാക്കും. ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ മനുഷ്യവാസമില്ലാത്ത ഒരു പ്രദേശത്ത് സുരക്ഷിതമായി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ ഇതിനെ നയിക്കും. ഈ മഹത്തായ എഞ്ചിനീയറിംഗ് മനുഷ്യർക്ക് ഒരു അപകടവും ഉണ്ടാക്കാതെ അതിൻ്റെ സേവനം അവസാനിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ISSന്റെ കഥ ഒടുവിൽ അവസാനിക്കുമെങ്കിലും ബഹിരാകാശത്ത് മനുഷ്യരാശിയുടെ ഭാവിയുടെ അടിത്തറയായി അതിൻ്റെ പാരമ്പര്യം നിലനിൽക്കും. ദശാബ്ദങ്ങളോളം താഴ്ന്ന ഭ്രമണപഥത്തിൽ താമസിച്ചും പ്രവർത്തിച്ചും നാം പഠിച്ച പാഠങ്ങൾ കൂടുതൽ ദൂരങ്ങളിലേക്ക് ലക്ഷ്യമിടുമ്പോൾ അമൂല്യമാണ്. ദീർഘകാല ദൗത്യങ്ങളിൽ മനുഷ്യരെ എങ്ങനെ ആരോഗ്യത്തോടെ നിലനിർത്താമെന്നും വിശ്വസനീയമായ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്നും വീട്ടിൽ നിന്ന് ദൂരസങ്കീർണമായ അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രനിലേക്ക് മടങ്ങുന്നതിനും ഒടുവിൽ ചൊവ്വയിലേക്ക് ആദ്യത്തെ മനുഷ്യ ദൗത്യങ്ങൾ അയക്കുന്നതിനുമുള്ള നമ്മുടെ നിർണായക ചുവടുവയ്പ്പാണ് ISS. ഈ സ്റ്റേഷൻ വെറുമൊരു ശാസ്ത്ര ഔട്ട്പോസ്റ്റ് എന്നതിലുപരി ഒരു പൊതു ലക്ഷ്യത്തിനായി ഒന്നിക്കുമ്പോൾ മനുഷ്യരാശിക്ക് എന്തെല്ലാം നേടാനാകുമെന്നതിൻ്റെ ശക്തമായ പ്രതീകമാണ്. പലപ്പോഴും ഭിന്നതകളാൽ അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് ISS സമാധാനപരമായ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഒരു തിളങ്ങുന്ന ഉദാഹരണമായി നിലകൊള്ളുന്നു. 15 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത് നിർമ്മിച്ചു.
അതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർ ഇതിനെ തങ്ങളുടെ താൽക്കാലിക ഭവനമായി വിശേഷിപ്പിച്ചു. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അവരുടെ നിലനിൽപ്പിനായി പരസ്പരം ആശ്രയിക്കുന്നു. ഇതെല്ലാം നമ്മെ ഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്ന അതിരുകൾക്ക് മുകളിലൂടെ ഭ്രമണം ചെയ്യുമ്പോൾ ഇത് മുന്നോട്ടൊരു വഴി കാണിക്കുന്നു. അവിടെ നമ്മൾ നമ്മുടെ പൊതുവായ കൗതുകത്തിലും സാധ്യതകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ അതിവേഗം നീങ്ങുന്ന നക്ഷത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളിത് കാണുമ്പോൾ അതെന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ഓർക്കുക. ഇത് നമ്മുടെ കൂട്ടായ അഭിലാഷവും കണ്ടെത്താനുള്ള നമ്മുടെ ആത്മാവുമാണ്. ഒരു രാജ്യത്തിലെ പൗരന്മാരെന്ന നിലയിലല്ല, മറിച്ച് ഒരു ഗ്രഹത്തിന്റെ പ്രതിനിധികളായി നാം പ്രപഞ്ചം പര്യവേഷണം ചെയ്യുന്ന ഒരു ഭാവിക്കായുള്ള നമ്മുടെ പ്രതീക്ഷയുമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എത്ര ഉയരം കയറാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് നമ്മുടെ ആകാശത്തിലെ ഔട്ട് പോസ്റ്റാണ്. നക്ഷത്രങ്ങളിലേക്കുള്ള വഴിയിൽ മനുഷ്യ സഹകരണത്തിൻ്റെ ഒരു ദീപസ്തംഭമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.